ഹലോ, എന്തൊക്കെയാണ് വിശേഷം? വെക്കേഷനൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ പോകുന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാനും അതുപോലെ തന്നെ കുറച്ച് നല്ല നല്ല ഹാബിറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു വീഡിയോ ആണ്. ഒരു 10 to 11 ടിപ്സ് ഒക്കെ നമ്മളിൽ പറയുന്നുണ്ട്. അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും നമ്മുടെ വെക്കേഷനൊക്കെ നല്ല അടിപൊളിയാക്കാം. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈം ടേബിൾ, ഈ സെയിം ടൈം ടേബിൾ കോപ്പി ചെയ്ത് വെക്കരുത്. നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണോ വേണ്ടത് അതേപോലത്തെ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് എണീക്കേണ്ടത്, എപ്പോഴാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ബേസിക് ടൈം ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. വെറുതെ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അതേപോലെയൊക്കെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. കുറച്ച് ഡേയ്സ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ഒന്ന് ഓർഗനൈസ്ഡ് ആവും. എഴുന്നേറ്റ വഴിക്ക് തന്നെ ആദ്യം തന്നെ ഫോൺ എടുത്ത് നോക്കണവരായിരിക്കും മിക്കരും. ഞാനും അതിൽ പെട്ട ഒരാളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ വഴിക്ക് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാം. എഴുന്നേറ്റ വഴിക്ക് ഒരു മിനിമം അരമണിക്കൂറെങ്കിലും ഫോൺ യൂസ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. അത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടാക്കും. രാവിലെ എണീറ്റിട്ട് ഫോൺ നോക്കുന്നത് അത്ര നല്ല ഹാബിറ്റ് അല്ല. എഴുന്നേറ്റ് ബെഡ് സെറ്റിലും പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയി നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അതായത് ഈ ബ്രഷ് ചെയ്യുക, വാഷ്റൂം യൂസ് ചെയ്യുക, പുറത്തൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരിപാടികളൊക്കെ ചെയ്യാം. എണീറ്റ് വഴിക്ക് ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാനിരുന്നാലുള്ള മെയിൻ പ്രശ്നങ്ങളിൽ ഒരെണ്ണം പറയുന്നത് ഫോണിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകണമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും ഡിലേ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത് വെക്കുക. ഇനി ഈ മീ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടി നമുക്ക് കുറച്ച് ടൈം മാറ്റി വെക്കാം. നമ്മുടെ സ്കിൻ കെയർ, നമ്മുടെ ഹെയർ കെയർ, ഒറ്റ വാക്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് കെയർ. നമ്മളെ തന്നെ കെയർ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഈ മോർണിംഗ് ആക്ടിവിറ്റീസും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക എന്നുള്ളത്. കുറച്ച് ഇഞ്ചി നീരും നാരങ്ങ നീരും അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കുടിക്കുക. അത്രയുള്ള സംഭവം. ഇത് നമ്മുടെ സ്കിന്നിനും ബോഡിക്കൊക്കെ ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പണ്ട് എനിക്ക് നല്ല രീതിക്ക് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈഫ് ആസ് ഗായന്തിക എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഉണ്ട്. അപ്പോൾ ആളുടെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒരു പരിധി വരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ചെയ്യേണ്ടത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് പറ്റണ കാര്യമാണോ എന്ന് നോക്കിയിട്ട് ചെയ്യുക. ഇതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റണ ഏതെങ്കിലും ഡീറ്റോക്സിഫൈങ് ഡ്രിങ്ക് രാവിലെ കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കുടിച്ചാലും ഇനി നമുക്ക് എന്തെങ്കിലും വർക്കൗട്ടോ യോഗയോ സ്ട്രെച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡേനെ ഒന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്കൊരു ദിവസം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മറക്കും. അപ്പം അങ്ങനെ അങ്ങോട്ട് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അതിൽ നോക്കി ചെയ്യാം. ഈ ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ തന്നെ ചെയ്തതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ ബേസിക് സ്കിൽസ്. അതിൽ പെട്ടതാണ് ഈ കുക്കിംഗ്, ക്ലീനിങ്, നമ്മുടെ സ്വന്തം ഡ്രസ്സ് അലക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ എവിടെ പോയാലും പഠിച്ചിരിക്കേണ്ടത്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ എന്തായാലും എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ശീലാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യില്ല. എവിടെ പോയാലും ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് ഡെവലപ്പ് യുവർ സ്കിൽസ് ആൻഡ് ഹോബീസ്. അതായത് എല്ലാവർക്കും ഓരോ കഴിവുണ്ട്. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും, ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളോ ഒന്നിലധികം കഴിവുകളോ ഒക്കെ ഉണ്ട്. നിങ്ങൾക്കുള്ള കഴിവുകളൊക്കെ ഒന്ന് പൊടി തട്ടി നല്ല അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കുക. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നല്ലോണം വരയ്ക്കാനൊക്കെ അറിയുന്ന വിചാരിക്കും. അപ്പൊ ആ കഴിവിനെ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വളർത്തിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. കുറച്ചും കൂടി നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് സെറ്റാക്കുക. മേക്ക് ഇറ്റ് ഹാപ്പൻ. അതായത് കുറേ നാളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സമയക്കുറവ് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ മടി കൊണ്ടോ ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ പുതിയ പുതിയ സ്കിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കവർ ചെയ്യാനായിട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ സ്ക്രീൻ ടൈംസ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാം. ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ കൂടെ ഒക്കെ ഇരിക്കുക. പെറ്റ്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ഒക്കെ ആകുമ്പോൾ അവരെ കൊണ്ട് വോക്കിനൊക്കെ പോകുക. അത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല അവരുടെയും നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഇനി ഡിന്നറിന്റെ കാര്യം വരുമ്പോൾ ഒരു 9 മണി 9:30 ഡിന്നർ കഴിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് 5 മണി തൊട്ട് 7 മണിക്കുള്ളിൽ കഴിക്കണം എന്നൊക്കെയാണ്. അപ്പൊ അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. മിനിമം ഉറങ്ങാൻ കിടക്കണേക്കാളും ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും ഒന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ജേർണലിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഡയറി എഴുതാന്നുള്ളതൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ എനിക്കറിയാം. അപ്പൊ ഡെയിലി ജേർണലിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഡയറി ഒക്കെ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. വീക്ക്ലി വൺസ് എങ്കിലും ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അത് ഭയങ്കര അടിപൊളി സംഭവമാണ്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ ഉണ്ട്. ആ ഫോണിൽ നല്ലൊരു ഇന്റർനെറ്റ് ആക്സസ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല പാരന്റ്സ് ഉണ്ട്, നല്ല വീടുണ്ട്, നിങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ ഫുഡ് കിട്ടി. അങ്ങനെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്കതൊക്കെ കിട്ടിയതിൽ നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അതൊന്നും ഇതുപോലെ എഴുതിയില്ലാന്നുണ്ടെങ്കിലും നമ്മൾ മൈൻഡിൽ ഒന്ന് നോട്ട് ചെയ്ത് കഴിക്കണേക്കാൻ മുന്നേ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം.
ഉറങ്ങാനായിട്ട് കിടക്കണതിന്റെ 1 മണിക്കൂർ മുന്നെങ്കിൽ, മിനിമം ഒരു അരമണിക്കൂർ മുന്നെങ്കിൽ സ്ക്രീൻ ടൈംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. അത് നമുക്ക് നല്ലൊരു ബെറ്റർ സ്ലീപ്പ് കിട്ടാനും നമ്മുടെ കണ്ണിനും നമുക്ക് എന്തുകൊണ്ടും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ അത് മൊബൈൽ മാത്രമല്ല, TV ആയാലും ടാബ് ആയാലും ലാപ്പ് ആയാലും എന്താണെങ്കിലും അതിൽ പെടും. അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അതുപോലെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്ത് നിങ്ങൾ എല്ലാവരും വെക്കേഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ കൊണ്ടുപോകുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ശരി.